ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ സെക്കൻഡ് സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, അത് ഹിസ്റ്ററിയാണ്, അത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് സെക്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, അതിലൊരു പെർട്ടിക്കുലർ ടോപ്പിക് മാത്രം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നേച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എന്നുള്ളൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ, നമ്മൾ രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒന്ന് എക്കണോമിക്കൽ ആക്ടിവിറ്റിയും ഇനിയൊന്ന് നോൺ എക്കണോമിക്കൽ ആക്ടിവിറ്റിയും. സാമ്പത്തിക പ്രവർത്തനങ്ങളും സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ. ചിലത് സമ്പത്ത് നേടുക, ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുള്ള പ്രവർത്തനം. ഇനിയൊന്ന് സമ്പത്ത് നേടുകയല്ല അവിടെ ഉദ്ദേശം, മണി ഏൺ ചെയ്യുന്നതല്ല, അതിന് പുറമേ ഉദ്ദേശമുള്ള ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സോ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദി ആക്ടിവിറ്റീസ് ദാറ്റ് വി അണ്ടർടേക്ക് വിത്ത് ദി ഒബ്ജക്റ്റീവ് ടു ഏൺ മണി. പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എക്കണോമിക് ആക്ടിവിറ്റി എന്നും, ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ടു ഡിറൈവ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, മനുഷ്യന് ആത്മസംതൃപ്തി ഇല്ലെങ്കിൽ എന്താ പറയുക, സ്നേഹത്തിൻ്റെ പുറത്തോ സിമ്പതിയുടെ പുറത്തോ സെൻറ്റിമെൻറ്റിൻ്റെ പുറത്തോ അങ്ങനെ ചെയ്യുന്ന, സാമ്പത്തികമല്ല അവിടെ ലക്ഷ്യം, അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനം, ചിലപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. അത് നമുക്കെല്ലാവർക്കും അറിയാം, ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, സോ ഇനി സ്പെസിഫിക് ആയിട്ട് വരികയാണ്, സബ്ജക്റ്റിലേക്ക് ഇങ്ങനെ നീങ്ങി വരികയാണ്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി സമ്പത്ത് നേടാനുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. എക്കണോമിക് ആക്ടിവിറ്റിയെ മൂന്നായിട്ട് തിരിക്കാം. അതിൽ ഒന്ന് ബിസിനസ്, അതാണ് നമ്മുടെ മെയിൻ വിഷയം. ഓക്കെ, അതവിടെ മാറ്റി വെക്കാം. ബാക്കി രണ്ടെണ്ണം കൂടി നമുക്ക് നോക്കാം. മൂന്നെണ്ണം ഉണ്ട്. മൂന്ന് പ്രവർത്തനങ്ങളാണ് നമ്മൾ സമ്പത്ത് നേടാൻ വേണ്ടി എക്കണോമിക്കൽ ഏണിംഗ് എന്നുള്ളൊരു പർപ്പസോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഒന്ന് ബിസിനസ്, രണ്ട് പ്രൊഫഷൻ, മൂന്ന് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ബിസിനസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ബിസിനസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് അറിഞ്ഞു പോവാം, പ്രൊഫഷൻ എന്താണെന്ന് അറിയണം, അതേപോലെ എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും ആഴത്തിൽ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ബട്ട് ബാക്കി രണ്ടും കൂടി നമുക്ക് ജനറലായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നും അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ആദ്യം ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബിസിനസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേൾക്കാത്തൊരു വാക്കൊന്നുമല്ല ബിസിനസ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ല പറയുന്നത്. നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്? ലാഭം നേടാൻ വേണ്ടി അല്ലേ? നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. ആ ലാഭം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ലാഭം എടുക്കുകയാണെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ? ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ 10 രൂപയുടെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചു. ഞാൻ ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കുക. ഞാൻ 10 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്? 10 രൂപയ്ക്ക് തന്നെ വിറ്റാൽ മതിയാവും. 10 രൂപയ്ക്ക് തന്നെ വിറ്റാൽ എനിക്ക് എന്തില്ല, എനിക്ക് അവിടെ ഒരു മെച്ചമില്ല, എനിക്കൊരു ലാഭമോ ഒന്നും കിട്ടുന്നില്ല. സോ എനിക്ക് ലാഭം കിട്ടണമെങ്കിൽ എൻ്റെ കോസ്റ്റിന്, എൻ്റെ ചിലവിനേക്കാളും കൂടുതൽ, എൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വാങ്ങിച്ച പൈസ തന്നെയാണ് എൻ്റെ ചിലവ് അല്ലേ? അപ്പോൾ വാങ്ങിച്ച പൈസയെക്കാളും കൂടുതൽ വിറ്റാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ലാഭം കിട്ടുള്ളൂ. അപ്പോൾ ലാഭം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കച്ചവടം ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്? ലാഭം കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, വെറുതെ നമുക്ക് ലാഭം കിട്ടുമോ?
ഒരിക്കലും കിട്ടില്ല. നമുക്ക് എങ്ങനെ ലാഭം കിട്ടുക? അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനം നമ്മൾ വാങ്ങിച്ച സാധനം അത് വിൽക്കണമെങ്കിൽ ആ സാധനത്തിനൊരു ആവശ്യക്കാരൻ ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ഒരാൾ എന്തിനാണ് ഒരു സാധനം വാങ്ങിക്കുന്നത്? അയാളുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ നേടാൻ വേണ്ടി, അല്ലേ? പിന്നെ ഒരാൾക്ക് വിശക്കുന്നുണ്ട്, അയാൾക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അരി വേണം. അപ്പോൾ അയാൾക്കൊരു ആവശ്യം, ഒരു നീഡ് വരികയാണ്. ഒരാവശ്യം വരുന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഒരു കടയിൽ പോയിട്ട് അരി വാങ്ങിച്ചു. അരി വാങ്ങുന്നതോടുകൂടി അയാളുടെ നീഡ് എന്തായി? സാറ്റിസ്ഫൈ ആയി. ഓക്കെ, അയാൾക്ക് എന്ത് കിട്ടി? സംതൃപ്തി കിട്ടി. അയാൾക്ക് പൈസ കൊടുക്കുന്നു, അയാൾക്ക് അരി കിട്ടിയതൊക്കെ അയാൾക്ക് എന്ത് കിട്ടി? സംതൃപ്തി കിട്ടി. അയാൾ വീട്ടിലേക്ക് പോകുന്നു, അത് അരി പാകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി അയാൾ കഴിക്കുന്നു. സോ ഇവിടെ രണ്ട് കാര്യം ഞാൻ ഒന്ന് സ്പെസിഫൈ ചെയ്തു. ഒന്ന് പ്രോഫിറ്റ്, ലാഭം എന്നുള്ളത്. രണ്ട് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി. ആർക്കാണ് സംതൃപ്തി കിട്ടിയത്? സാധനം വാങ്ങിച്ച ആൾക്ക്, അല്ലേ? ഉപഭോക്താവിന് സംതൃപ്തി കിട്ടി. സോ ബിസിനസ് എന്നുള്ള ടേം, ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തിട്ടാണ് നമ്മൾ ബിസിനസ് പഠിക്കേണ്ടത്. ദാറ്റ് മീൻസ് ബിസിനസ് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണെന്നും ആ ഉണ്ടാക്കുന്ന ലാഭം എങ്ങനെയായിരിക്കണം? മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട്, ഉപഭോക്താവിൻ്റെ സംതൃപ്തിയിലൂടെയാണ് ലാഭം ഉണ്ടാക്കേണ്ടത്. ഉപഭോക്താവിനെ ചൂഷണം ചെയ്തിട്ടല്ല ലാഭം ഉണ്ടാക്കേണ്ടത്. സോ ബിസിനസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ബിസിനസ് ഈസ് എൻ എക്കണോമിക്കൽ ആക്ടിവിറ്റി. അതൊരു എക്കണോമിക്കൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, ബിസിനസ് റിഫേഴ്സ് ടു എൻ ഒക്കുപ്പേഷൻ. അതൊരു ഉപജീവന മാർഗമാണ്. ഇൻ വിച്ച് പീപ്പിൾ റെഗുലർലി എൻഗേജ്ഡ് ഇൻ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു പർച്ചേസ്, പ്രൊഡക്ഷൻ ആൻഡ് ഓർ സെയിൽസ് ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് with a view to earn profit by satisfying the needs of other people. ഓക്കെ, ഈ ഡെഫിനിഷനിൽ അല്ലെങ്കിൽ ഈ എക്സ്പ്ലനേഷനിൽ പറയുകയാണ് ബിസിനസ് ഈസ് എൻ ഒക്കുപ്പേഷൻ. ബിസിനസ് ഒരു ഉപജീവന മാർഗമാണ്. ആ ഉപജീവന മാർഗത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ദേ വിൽ റെഗുലർലി എൻഗേജ്ഡ് ഇൻ ആക്ടിവിറ്റീസ്. അവർ സ്ഥിരമായിട്ട്, തുടർച്ചയായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും, സാധനങ്ങൾ വാങ്ങും. അല്ലെങ്കിലോ പ്രൊഡ്യൂസ് ചെയ്യും, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ആൻഡ് ഓർ, ഇല്ലെങ്കിൽ രണ്ടും ചെയ്യും. ചിലപ്പോൾ സാധനം വാങ്ങും, അല്ലെങ്കിൽ സാധനം ഉൽപ്പാദിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? വിൽക്കും. സാധനങ്ങൾ മാത്രമാണോ? ചിലപ്പോൾ സേവനങ്ങളായിരിക്കും കൊടുക്കുക. ഓക്കെ, സാധനങ്ങളും വിൽക്കാം, സേവനങ്ങളും വിൽക്കാം. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ്? വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി. ലാഭമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സാധനങ്ങൾ വാങ്ങിക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്തിട്ട് ആവശ്യക്കാർക്ക് വിൽക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ആ വിൽപ്പനയിലൂടെ ജനങ്ങൾക്ക് എന്ത് കിട്ടും? ദേ ഫീൽ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ് ബൈ സാറ്റിസ്ഫൈങ് ദ നീഡ്സ് ഓഫ് അതർ പീപ്പിൾ. ഓക്കെ, സോ ലാഭം എന്നുള്ളത് ബിസിനസ്സുകാരൻ്റെ അവകാശമാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ബിസിനസ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്? ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാണ് അത് അവകാശമായി മാറുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ എക്സാമ്പിളിൽ തന്നെ വരാം. 10 രൂപയ്ക്ക് ഞാനൊരു സാധനം വാങ്ങിച്ചു. ഓക്കെ, 10 രൂപയ്ക്ക് തന്നെ അത് വിറ്റാൽ എനിക്കവിടെ നഷ്ടമാണ്. അതെങ്ങനെ 10 രൂപയ്ക്ക് വാങ്ങിച്ച് 10 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം വരുന്നത്? ആലോചിച്ച് നോക്കിയേ. ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിച്ചുവല്ലോ. വാങ്ങിക്കാൻ എനിക്ക് എൻ്റെ എഫേർട്ട് ഉണ്ട്, അല്ലേ? ഈ ബിസിനസ്സുകാരനിടുന്ന എഫേർട്ടാണ് എന്ത്? സാധനം ചിലപ്പോൾ അയാൾ പോയി വാങ്ങിച്ചിട്ടുണ്ടാവും, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ് വന്നിട്ടുണ്ടാവും. ആ സാധനം കടയിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ കടയുടെ വാടക കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അയാൾ ഇതിനു വേണ്ടി ജോലി ചെയ്തിട്ടുണ്ടല്ലേ? അയാളുടെ തൊഴിലാണ്, ഉപജീവനമാണത്, അല്ലേ? സാധനം പോയി വാങ്ങിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടൊന്ന് കടയിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും, കുറേ ദിവസം സൂക്ഷിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒരു ഉപഭോക്താവ് വരുന്നു ചോദിക്കുന്ന സമയത്ത് അയാൾ വിൽക്കുമ്പോൾ ഇയാൾക്ക് എന്ത്? അയാൾ ആ സാധനം വാങ്ങിച്ചതും ആ വാങ്ങിച്ച് സൂക്ഷിക്കാനും ഇതുവരെ ഉണ്ടായ ചിലവും കൂടി ചേർത്തിട്ട്, ചിലവ് മാത്രം കിട്ടിയാൽ മതിയാ. അപ്പോൾ 10 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക.
വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. വാങ്ങിക്കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ എനിക്കൊരു 2 രൂപ ചിലവായി. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഇപ്പോഴത്തെ കോസ്റ്റ്, ഇപ്പോഴത്തെ ചിലവ് എന്ന് പറഞ്ഞാൽ എത്രയാ? 12 രൂപയായി ആ സാധനത്തിൻ്റെ വില. ഓക്കെ, അപ്പോൾ 12 രൂപയ്ക്ക് വിറ്റാൽ മതിയാ? അയാളുടെ ഉപജീവനമാണ്. അയാൾക്ക് അത് വെച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്? അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അയാൾക്ക് ആ സാധനം വിറ്റിട്ട് വേണം അതിൽ നിന്ന് വല്ലത് ഏൺ ചെയ്ത് അയാൾക്ക് ജീവിതം നയിക്കാൻ. ലൈവ്ലിഹുഡ് അല്ലേ, അയാളുടെ എന്താ പറയുക, ജീവിതം കൊണ്ടുപോകുന്നതന്നെ ബിസിനസ്സിലൂടെയാണ്. സോ അപ്പോൾ അയാൾക്ക് എന്ത്, അറ്റ്ലീസ്റ്റ് ഒരു 1 രൂപയെങ്കിലും ലാഭം അയാൾക്ക് കിട്ടണ്ടേ അല്ലേ? 10 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു, 2 രൂപ അയാൾക്ക് ചിലവായി, 1 രൂപയെങ്കിലും അയാളുടെ മെനക്ക് അധ്വാനത്തിനുള്ള ഒരു പ്രതിഫലമായിട്ട് കിട്ടണ്ടേ? അപ്പം ലാഭം എന്നുള്ളത് കച്ചവടക്കാരൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ്, അത് അയാളുടെ അവകാശമാണ്. ഓക്കെ, ബട്ട് അമിതമായി ലാഭമെടുത്താൽ അതെന്താവും? അയാൾ എന്ത് ചെയ്തു? ചൂഷണം ചെയ്തു ചൂഷണം എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരും. സോ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യണം. ലാഭമില്ലാത്ത കച്ചവടമില്ല. ലാഭമാണ് കച്ചവടക്കാരൻ്റെ പ്രതിഫലം അല്ലേ? ഒരു സാധനം 10 രൂപയ്ക്ക് വാങ്ങിച്ചു, സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വല്ല കേടുപാട് സംഭവിച്ചു, കേട് വന്ന സാധനം വിൽക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ ആ 10 രൂപയുടെ സാധനം സൂക്ഷിച്ചത് കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ എല്ലാം കൂടി ആയിട്ട് ഇപ്പോൾ 2 രൂപ എക്സ്ട്രാ ചിലവായി. 12 രൂപയുടെ സാധനം കേട് വന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അയാൾക്ക് റിസ്ക് എടുത്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? കച്ചവടം ചെയ്യുന്നത്. ചിലപ്പോൾ സാധനം വാങ്ങിക്കാൻ ആൾക്കാർ വരും, ചിലപ്പോൾ സാധനം വാങ്ങിക്കാൻ ആൾക്കാർ വരില്ല. അത് കടയിൽ തന്നെ ഇരുന്നിട്ട് എന്തായി പോവും? ചീത്തയായി പോവും. സോ വിൽക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് അയാൾ വാങ്ങിക്കൊണ്ടുവരുന്നത്. വിൽക്കുമോ എന്നുള്ളത് അയാൾക്ക് ഉറപ്പുമില്ല. അയാളൊരു റിസ്ക് എടുത്തിട്ടാണ് ആ കാര്യം ചെയ്യുന്നത്. സോ ലാഭം എന്തിനുള്ളതാണ്? റിസ്ക് എടുത്തതിൻ്റെ പ്രതിഫലമാണെന്ത്? ലാഭം. സോ കച്ചവടം ചെയ്യാൻ ഇറങ്ങുന്നവർ എന്തിന് തയ്യാറായിട്ട് വേണം ഇറങ്ങാൻ? റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് വേണം കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ. ബിക്കോസ് കച്ചവടത്തിൽ എന്തുണ്ട്? റിസ്ക് ഉണ്ട്. ആ റിസ്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. വി വിൽ ഗെറ്റ് പ്രോഫിറ്റ്. സോ ലാഭം എന്നുള്ളത് കച്ചവടക്കാരൻ്റെ എന്താണ്? അവകാശമാണ്. ലാഭം എന്നുള്ളത് റിസ്ക് എടുത്തതിൻ്റെ പ്രതിഫലമാണ്. സോ ബിസിനസ്സിനെ കുറിച്ച് അറിയുമ്പോൾ ബിസിനസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയണം. ബിസിനസ് എന്തിനാണ് ചെയ്യുന്നത്? ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത് തന്നെയാണ് ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആദ്യത്തേത് ഇറ്റ് ഇസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി, അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. ക്ലിയർ. രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ സാധനം വാങ്ങിച്ചു സൂക്ഷിക്കുകയോ ചെയ്യും. എന്തിൽ? ബിസിനസ്സിൽ. ഓക്കെ, സാധനങ്ങളോ സേവനങ്ങളോ. ക്ലിയർ. സാധനങ്ങൾ മാത്രമല്ല നമുക്ക് വിൽക്കാൻ പറ്റുക, സേവനങ്ങളും വിൽക്കാൻ പറ്റും. സോ ബിസിനസ് എന്തിലെല്ലാം ഡീൽ ചെയ്യും? ഗൂഡ്സിലും ഡീൽ ചെയ്യാം, സർവീസിലും ഡീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൂഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കൺസ്യൂമബിൾ ഗൂഡ്സ് എന്നും ക്യാപിറ്റൽ ഗൂഡ്സ് എന്നും. അല്ല, നമ്മൾ നിത്യോപയോഗ സാധനങ്ങളെ നമ്മൾ എന്ത് പറയും? കൺസ്യൂമബിൾ ഗൂഡ്സ് എന്ന് പറയും. ഒരുപാട് കാലത്തേക്ക് ദീർഘമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെ ക്യാപിറ്റൽ ഗൂഡ്സ് എന്ന് പറയും. അതേപോലെ സേവനങ്ങളുടെ എക്സാമ്പിളൊക്കെ ആലോചിച്ച് നോക്കിയാൽ, ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ബസ്സിൽ ഒരു സ്ഥലത്ത് കയറി ഇന്നൊരു സ്ഥലത്തിലേക്ക് അയാൾ എത്തിക്കുന്നു, അതൊരു സേവനമാണ്, ട്രാൻസ്പോർട്ടേഷൻ. അതേപോലെ പണമിടപാടിന് സഹായിക്കുന്നത് ബാങ്കാണ്, അപ്പോൾ ബാങ്കിങ് ഒരു സർവീസാണ്. അതേപോലെ ഇലക്ട്രിസിറ്റി, അതൊരു സർവീസാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്. അപ്പോൾ സാധനങ്ങളും വാങ്ങി വിൽക്കാം, സേവനങ്ങളും എന്ത് ചെയ്യാം? വിൽക്കാം നമുക്ക്. ഓക്കെ, സോ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്, ഇറ്റ് ഈസ് എൻ എക്കണോമിക്കൽ ആക്ടിവിറ്റി. സെക്കൻഡ്, ദർ ഇസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊക്യൂർമെൻറ്റ്സ് ഓഫ് സർവീസ്. ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതും പ്രൊക്യൂർ ചെയ്യുന്നതും എന്തിനു വേണ്ടിയാണ്? ഫോർ സെയിൽസ് ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് അല്ലേ? സാധനം എന്തിനാണ് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നതും വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്, വിൽക്കാൻ വേണ്ടിയാണ്. സോ പർച്ചേസ് ഉണ്ടാവും, അതേപോലെ എന്തുണ്ടാവും? സെയിൽസ് ഉണ്ടാവും ബിസിനസ്സിൽ. ദെൻ
ഇറ്റ് ഈസ് ഡീലിംഗ് ഇൻ ഗൂഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. ഒരു ദിവസം വാങ്ങി വിൽക്കുന്നതോടുകൂടി കച്ചവടം തീരുന്നില്ല. റെഗുലറായിട്ട് അല്ലേ, എന്നാൽ മാത്രമേ അത് എന്താവുന്നുള്ളൂ, ബിസിനസ് ആവുന്നുള്ളൂ. റെഗുലർ ബേസിസിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, വാങ്ങുകയും വിൽക്കുകയും അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഇരിക്കുന്നതാണ് എന്ത്, ബിസിനസ്. ഓക്കെ, വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ പോയിന്റ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിച്ചു നോക്കണം. ദെൻ ഇനിയൊരു ക്യാരക്ടറിസ്റ്റിക് എന്താണ്, എന്തിനു വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത്? ഫോർ ഏണിംഗ് പ്രോഫിറ്റ്, ലാഭം നേടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, കച്ചവടം ചെയ്യുന്നത്. അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺസ്, അനിശ്ചിതത്വം എന്തിൽ, റിട്ടേൺസ് അല്ലേ, വരുമാനം കിട്ടുമോ എന്നുള്ളതിൽ എന്താണ്, അനിശ്ചിതത്വമുണ്ട്, ഉറപ്പില്ല. അത് ബിസിനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. ഓക്കെ, എത്ര കിട്ടുന്നോ, ഇനി ലാഭം തന്നെ കിട്ടുമോ എന്ന് എന്തില്ല, ഉറപ്പില്ല. അത് ബിസിനസ്സിൻ്റെ ഒരു പ്രകൃതമാണ്. അടുത്തതോ, ദർ ഇസ് എൻ എലമെൻ്റ് ഓഫ് റിസ്ക്. റിസ്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നഷ്ടസാധ്യത, നഷ്ടമുണ്ടാവാനുള്ള സാധ്യത എന്തിലുണ്ട്, ബിസിനസ്സിലുണ്ട്. നമ്മൾ സാധനം വാങ്ങിച്ചു വെച്ചു, ആ സാധനം ആരെങ്കിലും കളവെടുത്തിട്ട് പോവാം, അല്ല കട്ടുകൊണ്ട് പോവാം. അല്ലെങ്കിലോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ വല്ല അപകടം സംഭവിക്കാം, ഇല്ലെങ്കിൽ സൂക്ഷിക്കുന്ന സ്ഥലത്ത് വല്ല തീപിടുത്തമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം. ഓക്കെ, ഇനി എല്ലാം റെഡിയായി, തൊഴിലാളികൾ എന്ത് ചെയ്യാം, സമരം ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ കച്ചവടത്തിൻ്റെ മത്സരങ്ങൾ കൂടി, കോമ്പറ്റീഷൻ കൂടിയിട്ട് വിൽക്കാതാവാം. ഇനി വല്ല പ്രകൃതി ദുരന്തം വന്നാൽ എന്താവും, നമ്മൾ സൂക്ഷിച്ച സാധനങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടെ നമുക്ക് എന്ത് സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാം. സോ ദർ ഇസ് ഓൾവേസ് എൻ എലമെൻ്റ് ഓഫ് റിസ്ക്. ഓക്കെ, റിസ്ക് ഇല്ലാതെ എന്തില്ല, ബിസിനസ് ഇല്ല. സോ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്ത്, ബിസിനസ് എന്ന് പറഞ്ഞത്. ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. ചരക്കുകളോ സേവനങ്ങളോ കൈകാര്യം ചെയ്യുന്നു. നിരന്തര പ്രക്രിയയാണ്. ലാഭം നേടാൻ വേണ്ടിയാണത് ചെയ്യുന്നത്. വിൽപ്പന, കൈമാറ്റം അല്ലെങ്കിൽ വിൽപ്പനയും കൈമാറ്റവും സംഭവിക്കുന്നു. അതേപോലെ അനിശ്ചിതത്വം ബിസിനസ്സിൻ്റെ അപകട സാധ്യതയും, അനിശ്ചിതത്വമുണ്ട്, ബിസിനസ്സിൻ്റെ അപകട സാധ്യതയുണ്ട് അല്ലേ, അൺസർട്ടനിറ്റിയുമുണ്ട്, റിസ്ക്കും ഉണ്ട്. ഇതൊക്കെയാണ് ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് എംപ്ലോയ്മെൻറ്റ് എന്താണെന്നും പ്രൊഫഷൻ എന്താണെന്നും നോക്കാം. എംപ്ലോയ്മെൻറ്റ്, when people work regularly for others and get returns in form of wage or salary is known as employment. മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ശമ്പളമോ കൂലിയോ കൈപ്പറ്റുകയോ ചെയ്ത് അതൊരു ഉപജീവന മാർഗമായിട്ട് ജീവിക്കുന്നവരെയാണ് എന്ത് പറയുക, എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്, തൊഴിലെന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അവിടെ ചെയ്യുന്നത്, ഇന്നൊരാളുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടി, ശമ്പളമോ കൂലിയോ, സാലറി ഓർ വേജ്. അപ്പോൾ സാലറി എന്നൊരു പുതിയ വാക്കാണ്, വേജ് എന്നൊരു പുതിയ വാക്കാണ്, രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല, സാലറി എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ കിട്ടുന്നത് ശമ്പളം അല്ലേ, മാസത്തിൽ ഒരിക്കൽ കിട്ടുന്നതാണ് എന്ത്, സാലറി എന്ന് പറയുന്നത്. ദിവസം അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് കിട്ടുന്നത് കൂലി എന്ന് പറയും. ഓക്കെ, അതാണ് വേജ്. അപ്പോൾ വേജും സാലറിയും തമ്മിൽ രണ്ടും എന്താണ്, പ്രതിഫലമാണ്, ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമാണ് സാലറിയും വേജും. ബട്ട് സാലറി കിട്ടുന്നത് മാസത്തിലൊരിക്കലും, വേജ് കിട്ടുന്നത് ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഡെയിലിയോ ആയിരിക്കും. വേജ് കിട്ടുന്നത് താരതമ്യ കുറച്ച് താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കായിരിക്കും. സാലറി കിട്ടുന്നതോ കുറച്ച് ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് വന്നത് എന്താണ്, വെൻ പീപ്പിൾ വർക്ക് റെഗുലർലി ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ആൻഡ് ഗെറ്റ് റിട്ടേൺ ഇൻ ഫോം ഓഫ് വേജ് ഓർ സാലറി. ഇത്ര കാര്യം മനസ്സിലാക്കി, ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി നമുക്ക് പ്രൊഫഷൻ എന്താണെന്ന് നോക്കാം. പ്രൊഫഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എക്സാമ്പിൾസ് ഓഫ് പ്രൊഫഷൻ ഏതൊക്കെയാണ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെയാണ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ വിദഗ്ധ തൊഴിലിൽ നിന്ന് അറിയപ്പെടുന്നത് അല്ലേ.
അപ്പോൾ ആദ്യം പ്രൊഫഷണൽ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കാം. പ്രൊഫഷൻ ഇസ് എൻ ഒക്കുപ്പേഷൻ, അതൊരു ഉപജീവന മാർഗമാണ്. ബാക്ക്ഡ് ബൈ സ്പെഷ്യൽ നോളേജ് ആൻഡ് ട്രെയിനിങ്. വിദഗ്ധ തൊഴിലിന് എന്ത് വേണം? സ്പെഷ്യലായിട്ടുള്ള നോളേജും ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം. ചില പ്രത്യേക പരീക്ഷകളും ക്വാളിഫിക്കേഷനും എല്ലാം ഉള്ളവർക്ക് മാത്രമേ പ്രൊഫഷണൽ ആവാൻ പറ്റുകയുള്ളൂ. അവർക്കൊരു അസോസിയേഷൻ ഉണ്ടാവും, അതിൽ അംഗങ്ങളായിരിക്കും ആ പ്രൊഫഷണൽസ്. അവർക്ക് കിട്ടുന്നത് പ്രതിഫലം എന്തായിരിക്കും? ഫീസായിരിക്കും. ബിസിനസ്സുകാരന് കിട്ടുന്ന പ്രതിഫലം ലാഭമാണ്. തൊഴിലിലേർപ്പെട്ട എംപ്ലോയ്മെൻറ്റിലുള്ള ആൾക്ക് കിട്ടുന്ന പ്രതിഫലം സാലറിയോ വേജോ, കൂലിയോ ശമ്പളമോ ആണ്. പ്രൊഫഷണൽസിന് കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും? ഫീസ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, സോ പ്രൊഫഷൻ ഇസ് എൻ ഒക്കുപ്പേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യൽ നോളേജ് ആൻഡ് ട്രെയിനിങ്, എൻട്രി ടു വിച്ച് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ എക്സാമിനേഷൻ. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഡോക്ടേഴ്സ്, ലോയേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്ക് എക്കണോമിക്കൽ ആക്ടിവിറ്റീസിലെ ആ 3 നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ 3ൻ്റെ ഒരു കമ്പാരിസൺ ചാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു പക്ഷേ എസ് എ ലെവലിൽ വേണമെങ്കിൽ ഇത് ചോദിക്കാം. സോ അത് മനസ്സിലാക്കി വെക്കുക. ഞാനത് പറഞ്ഞു പോകുന്നില്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കുക. വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ക്ലാസ് ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നല്ല മക്കളായിട്ട് എന്ത് ചെയ്യുക? ഇത് പഠിക്കുക. എല്ലാം പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വെറുതെ വായിച്ചു പോകരുത്, മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഒന്നുപോലെ കുറേ പ്രാവശ്യം വായിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. വിക്ടേഴ്സ് ചാനൽ റെഗുലറായിട്ട് കാണുക. അതിൽ തരുന്ന വർക്കുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, നല്ല മക്കളായിട്ട് പഠിക്കുക. താങ്ക്